ശ്രീ പിണറായി വിജയന്റെ ഇന്നത്തെ പത്രസമ്മേളനം പറയുന്നത് വിഴുങ്ങുന്ന വിജയൻ എന്ന പേര് കൂടി അദ്ദേഹത്തിന് ചേർത്ത് വെക്കാം. ജമാഅത്ത് ഇസ്ലാമി ഒരു വർഗീയ ഗ്രൂപ്പാണ് എന്നും വർഗീയ ഗ്രൂപ്പുകളുമായി ഞങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എന്നും ആവർത്തിച്ച് പറയുന്ന ശ്രീ പിണറായി വിജയൻ, അങ്ങനെ ശ്രീ എ കെ ബാലന്റെ പ്രസ്താവനയെ പരമാവധി ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ശ്രീ പിണറായി വിജയൻ 2006 കേരളത്തിലുണ്ടായ ഇടതുപക്ഷ മുന്നണിയുടെ വൻ വിജയത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ AP സുന്നി വിഭാഗത്തെയും ജമാഅത്ത് ഇസ്ലാമിയെയും PDPയെയും ഒക്കെ തങ്ങളെ വിജയിപ്പിച്ചതിൽ നിർണായക പങ്കുവച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്ന പത്രസമ്മേളനം ഈ ആധുനിക കാലത്ത് വീണ്ടും വീണ്ടും കേൾക്കാൻ മലയാളികൾക്ക് അവസരമുണ്ടാകുമ്പോഴാണ് ശ്രീ പിണറായി വിജയൻ താൻ പറഞ്ഞ വാക്കുകളെ പരിപൂർണമായും വിഴുങ്ങിക്കൊണ്ട് മലയാളികളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്. ശ്രീ എ കെ ബാലന്റെ പ്രസ്താവന നമ്മെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് മോദിയുടെ പഴയകാല ചില തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെയാണ്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു കാലത്ത് അഹമ്മദ് പട്ടേലിനെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് വിജയിച്ചാൽ ശ്രമിക്കുമെന്നുള്ള ആരോപണം ഉയർത്തിയ മോദിയുടെ അതേ വാക്കുകളാണ് ശ്രീ എ കെ ബാലൻ കേരളത്തിൽ UDF വിജയിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധികളായിരിക്കും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി മാറുക എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുതന്നെയാണ് മറ്റൊരു രീതിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ മോദി നടത്തിയ 110 വേദികളിലെ പ്രസംഗങ്ങളിൽ പറഞ്ഞത്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഹിന്ദു സഹോദരി സഹോദരന്മാരുടെ കെട്ടുതാലികൾ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള അവസരം മുസ്ലിങ്ങൾക്ക് ഒരുക്കി കൊടുക്കും എന്നായിരുന്നു. ഈ വാക്കുകളെ തന്നെയാണ് മറ്റൊരു രീതിയിൽ എ കെ ബാലന്റെ പ്രസ്താവനയിലൂടെ കേരളത്തിന് കേൾക്കേണ്ടി വന്നിരിക്കുന്നത്.